പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. നിവിൻ പോളിക്കെതിരെ പരാതി വന്നു കഴിയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ന്യൂജൻ അതുമല്ല, അതിന് വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അടുത്ത കാലത്ത് നടന്ന ഒരു പരാതിയായിട്ടാണ് തോന്നിയത്. ബാക്കിയെല്ലാം കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന പരാതിയായിട്ടാണ് പറഞ്ഞത്. ഇത് മാത്രം അടുത്ത കാലത്ത് നടന്നൊരു പരാതിയായിട്ട് തോന്നി. അങ്ങനെ ശ്രദ്ധയാകർഷിച്ചായിരുന്നു. അതുപോലെ തന്നെ നിവിൻ പോളിക്കെതിരെ 6ാം പ്രതിയായിട്ട് കേസെടുത്തു. കുറച്ച് നാൾ 1.5 മാസത്തിന് മുമ്പ് കാണാൻ വേറെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അത് നിവിൻ പോളിയോട് വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുകയും നിവിൻ പോളി അന്നേരം തന്നെ മണിക്കൂറുകൾക്കകം പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ പരാതിയുടെ പൊരുത്തക്കേടുകൾ നമ്മൾ തുറന്നു കാണിക്കുകയും ചെയ്തു. പലപ്പോഴും ഇപ്പം പറഞ്ഞതല്ല പിന്നെ പറയുന്ന രീതിയിൽ. പിന്നെ ആൾക്കാർക്കുള്ള ഒരു സംശയം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ദുബായിൽ വെച്ചാണ് ഈ പ്രശ്നം നടന്നതായിട്ട് പറയുന്നത്. അത് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല, നവംബർ ഡിസംബർ അങ്ങനെയൊക്കെയുള്ള ഡേറ്റ് പറയുന്നു. അത് ദുബായിൽ 3 ദിവസം മയക്കുമരുന്നെല്ലാം കൊടുത്ത് പീഡിപ്പിച്ചു. അത് 6 പേരും കണ്ട പ്രതികൾ. ഫോൺ പീഡിച്ചു വെച്ചു എന്നൊക്കെയുള്ള ഈ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. അപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നിയായിരുന്നു. അതുപോലെ തന്നെ ദുബായിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നു ലോകത്ത് എവിടെയുള്ളതിനേക്കാൾ നിയമം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ്. അവിടെ പരാതി കൊടുക്കാതെ അതിനുശേഷം കേരളത്തിൽ വന്ന് പരാതി കൊടുത്തതിൻ്റെ സാങ്കത്യം നമ്മൾ ചർച്ച ചെയ്താൽ, അങ്ങനെ നിവിൻ പോളി വന്നു. നിവിൻ പോളി പറയുകയൊക്കെ ചെയ്തു. ഏതായാലും ഒരു ഡേറ്റ് കൊടുത്ത് കാണൂല. ആ ഡേറ്റിൽ നിവിൻ തന്നോടൊപ്പം ഉണ്ടായതായി നിവിൻ്റെ തന്നെ ഗുരു നിവിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് മലർവാടി ആർട്സ് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് കൊണ്ടുവന്ന് വിനീത് ശ്രീനിവാസൻ. വിനീത് തുറന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാവിധ തെളിവുകളും തൻ്റെ കൈവശമുണ്ട്. നിവിൻ വർഷങ്ങൾക്ക് ശേഷം എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാവിധ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോസ് പത്രക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ടർ TV വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി, ഞങ്ങളൊരു 7-7:15 ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മളവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് സെയിം ഡേ. കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ എനിക്ക് 4 ദിവസമേ നിവിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ദിവസം കൊണ്ട് കണ്ടതാണ്. അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള. ഏതായാലും വിനീത് പറഞ്ഞേക്കുന്നത് അതിൻ്റെ എല്ലാവിധ തെളിവുകളുണ്ട്. ഹോട്ടലിലായാലും തെളിവുകളുണ്ട്. അപ്പം തെളിവുകൾ സഹിതമാണ് പറയുന്നത്. ഇതിനകത്ത് പല പല വിഷയങ്ങൾ നമ്മളന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ചില കാര്യങ്ങൾ പരസ്പരം യോജിപ്പില്ലായ്മയായിട്ടായിരുന്നു സംസാരിക്കുന്നത്. ഫോൺ പിടിച്ചു വെച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു.
അത് തന്നെയല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സംബന്ധിച്ച പല വാർത്തകളും വരുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ. ഏതായാലും എന്താണെന്ന് അറിയില്ല. ഇനി നിവിനാണോ എന്ന് കരുതി മറ്റേ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാണെന്ന് അറിയില്ല. അന്നൊരു ഇത് പറയുന്നതായിട്ടു നിവിൻ ഗുണ്ട എന്ന പേരിലാണ് വരുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നിവിൻ പോളിയെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു മലയാളിയാണോ? അതുപോലെ അടുത്തും ദുബായി തന്നെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഈ ഒരു ആരോപണം വരുമ്പോൾ നമുക്കതിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന പല പല കാരണങ്ങൾ കിട്ടും. ജെന്യൂനായിട്ട് പറയുന്നതും ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. അത് നമുക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്യും. ഏതായാലും ഇതിനെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. കാരണം ആ മാനസിക മനുഷ്യന് പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുരുഷന്മാരെല്ലാം മാറി നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സ്ഥിരമായിട്ട് പല സ്ത്രീകളും പറയുന്നത് കിട്ടും. ഇങ്ങനെയുള്ള കാര്യം ഒരു സ്ത്രീക്ക് മാധ്യമങ്ങളിൽ വന്ന് പറയാൻ പറ്റുമോ? അവൾ അനുഭവിച്ചുകൊണ്ടല്ലേ അവൾക്ക് പറയാൻ പറ്റുന്നു. ഒരു സ്ത്രീക്കും പറ്റത്തില്ല. പക്ഷെ അതിനൊരു തെളിവും കൂടിയാണിത്. ഓരോ കേസും എനിക്ക് തോന്നുന്നു അതിനുള്ള തെളിവുകളാണെന്ന് തോന്നുന്നു, അല്ലേ? ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇനി തീരുമാനിക്കേണ്ട. പത്രക്കാർ കുറച്ച് ദിവസം കൊണ്ട് ഏതായാലും ഈ കാര്യത്തിൽ, നിവിൻ്റെ കാര്യത്തിൽ പത്രക്കാർ വിചാരിക്കാത്തതിന് അനുകൂലമായിട്ട് നിവിൻ്റെ കാര്യത്തിൽ നിന്നു എന്നുള്ളതാണ്. അവർ പല കാര്യങ്ങളും സംസാരിച്ചു. അത് നിവിന് അനുകൂലമായ ഒരു എന്തോന്നുണ്ടാക്കാതിരിക്കാൻ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ചില കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ആ കുട്ടിക്ക് മാത്രമേ അറിയാവൂ എന്തിനു വേണ്ടി ഇത് ചെയ്തു. അല്ലെങ്കിൽ അതിനെ പീഡിപ്പിച്ചത് നിവിനാണോ എന്ന് കരുതി വേറെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതാണോ എന്ന് അറിയാൻ വയ്യ. ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർ കാണത്തില്ലേ? അങ്ങനെയും വരാം. ഏതായാലും ഇത് നിവിൻ ആ സമയത്ത് തൻ്റെ കൂടെ ഉണ്ടാണെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വനിതകളും പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിക്കും ഇങ്ങനത്തെ കാര്യം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ പത്രക്കാരോട് മുന്നിൽ വന്ന് സംസാരിക്കാനേ പറ്റത്തില്ല എന്ന് പറയും. അതെന്തുമാത്രം ശരിയാണെന്ന് എനിക്ക് അപ്പോഴും സംശയം. പലർക്കും പറയാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ പറയുന്ന സ്ത്രീകളും ഉണ്ട് എന്നുള്ള അതിന് പല പല തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത് കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, അതിൻ്റെ വഴിക്ക് വിടാം. ഏതായാലും അന്വേഷണം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇത് പോലീസ് കോടതിയിലൊക്കെ പോയി കൊല്ലങ്ങൾ പിടിച്ചു ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ കോടതി ഇനി കേസ് തള്ളിയാൽ മാത്രമേ ഇതിനകത്ത് നിന്ന് മോചിതനാകത്തുള്ളൂ. അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതുപോലെ ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും എന്നൊക്കെ വാർത്തകൾ കേട്ടു. ഏതായാലും ആ കുറച്ച് നാളത്തേക്കുണ്ടായ ഒരു മാനഹാനിക്കൊക്കെ ആര് സമാധാനം പറയല്ലേ? അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, സ്ത്രീ ഒരു പുരുഷനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളവാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെയും അതുപോലെ തന്നെ കേസെടുക്കാനുള്ള റൈറ്റ്സ് വേണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് വിനീത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഏതായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ നിവിൻ പോളിക്ക് അനുകൂലമായി വിനീത് സംസാരിച്ചിരിക്കുന്നു. വിനീത് കാര്യമില്ലാത്ത കാര്യത്തിന് വിനീത് ഒന്നും സംസാരിക്കത്തില്ലല്ലോ. വിനീത് പറയുന്നുണ്ട് ശക്തമായ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തെളിവുകൾ കിട്ടും എന്നൊക്കെ വിനീത് പറയുന്നുണ്ട്. അപ്പം തെളിവുകൾ വിനീതിൻ്റെ കൈവശമുണ്ട്. ഈ ദിവസങ്ങളിൽ വിനീതിൻ്റെ കൂടെയാണ് നിവിൻ പോളി എന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ ഉണ്ട്. അത് തന്നെ കാര്യമായ തെളിവുകളല്ലേ അല്ലേ? അപ്പം ഇതൊക്കെ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഈ പുലി വരുന്നതെന്ന് പറഞ്ഞാൽ അവസാനം പുലി വന്നു കഴിയുമ്പം ആരും മൈൻഡ് ചെയ്യത്തില്ല. ചില കേസുകൾ അല്ലാത്ത പല കേസുകളും ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഓരോ കേസായിട്ട് തള്ളിപ്പോവാണെങ്കിൽ വന്നേക്കുന്ന എല്ലാ കാര്യവും ഇത് തന്നെയാണെന്ന് ആൾക്കാർ വിചാരിക്കും. അതുപോലെ തന്നെ ആർക്കും പുറത്ത് വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സ്ത്രീകൾക്ക് തൻ്റെ തിക്താനുഭവങ്ങൾ തുറന്നു പറയാനുള്ളൊരു വേദി ഉണ്ടായിരുന്നു. അതും നഷ്ടപ്പെട്ടു പോകും.
ഗൗരവതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യത്തില്ല. അതും ഇതിൻ്റെ ഒരു വിഷയമാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.